ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗഹൃദം സിനിമയിൽ ഗുണം ചെയ്യുമോ? ചിലർ പറയും ഒരു ഗുണമില്ല, മറ്റു ചിലർ പറയും ഗുണം ചെയ്യും. അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരുമുണ്ട്. പക്ഷെ മൂന്നാമതൊരു കൂട്ട് പറയും സക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടെ ആളുണ്ടാവൂ, ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത കൊച്ചിൻ ഹനീഫയെക്കുറിച്ചാണ് ആലോചിക്കണം. കൊച്ചിൻ ഹനീഫ വളരെ കഷ്ടപ്പെട്ടാണ് സിനിമയിൽ വന്നത്. തമിഴ് സിനിമയിൽ, മലയാള സിനിമയിൽ, ബഹുഭാഷകളിലൊക്കെ ഹനീഫ ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ ചില സിനിമകൾക്ക് തിരക്കഥയൊക്കെ എഴുതിയിരുന്നു. ആ സിനിമകളും ബമ്പർ ഹിറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കണക്കുകളൊന്നും പറഞ്ഞ് ഹനീഫ കണക്കാറില്ല. ചില സംവിധായകർക്ക് സംവിധാനത്തിൻ്റേതായ ചില കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. വളർച്ചയുടെ ഘട്ടത്തിലും സാധാരണ ഘട്ടത്തിലും ഹനീഫ മദ്രാസിൽ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണത് ഒരു സാധാരണ ജീവിതം തന്നെയാണ്. ലളിതമായ ജീവിതം, ലളിതമായ ഭക്ഷണം. ലളിതമായ ഭക്ഷണം എന്ന് വെച്ചാൽ ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് ചിക്കൻ എന്തെങ്കിലും മേടിക്കുള്ളൂ, അല്ലെങ്കിൽ മുട്ട റോസ്റ്റ്, ചപ്പാത്തി. എടോ ഇതൊന്നും മാറ്റിക്കൂടറോ പറയും. മാറ്റിയില്ലോ, നിങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ മാറ്റാണ്ട് പറ്റില്ലോ, മാറ്റല്ലേ. അപ്പോൾ അത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആഗ്രഹം സിനിമ സംവിധാനം ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഹനീഫയ്ക്ക്. പലരും പല പ്രാവശ്യം എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ട് പോലും ഹനീഫയ്ക്ക് ധൈര്യം ഉണ്ടായില്ല. ധൈര്യമില്ലാഞ്ഞിട്ടല്ല, മമ്മൂട്ടിയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. തൻ്റെ ആദ്യ സിനിമയിലെ നായകൻ ഇന്ന നടനായിരിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മോഹൻലാലായിരിക്കുമോ, മമ്മൂട്ടി ആയിരിക്കുമോ? കാരണം അവർക്ക് മോഹൻലാലിൻ്റെ സിനിമകളിലാണ് ഹനീഫ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളതാണ് എൻ്റെ കണക്ക്. അത്രമാത്രം അടുപ്പം അവർ തമ്മിലുണ്ടായിരുന്നു. ആ അടുപ്പം പ്രത്യേകിച്ച് എന്തെങ്കിലും സഹായത്തിന് വേണ്ടി ആയിരുന്നില്ല. അതുകൊണ്ടായിരുന്നില്ല മോഹൻലാൽ ഹനീഫയെ ഇഷ്ടപ്പെട്ടത്, ഹനീഫ മോഹൻലാൽ ഇഷ്ടപ്പെട്ടത്. അതേസമയം മമ്മൂട്ടിയുടെ ചില സിനിമകളിലും ഹനീഫ അഭിനയിച്ചു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹനീഫ തന്നെ ആർക്കും വേണ്ടിയുള്ള കാത്തിക്കുന്നേ? ഇനി പുതിയ നടനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്? അല്ല, എനിക്ക് മമ്മൂട്ടിയുടെ ഡേറ്റ് വേണം. അയാളോട്ട് ഡേറ്റ് തരില്ല എന്ന് പറഞ്ഞാൽ താൻ ചോദിച്ചോ? ഞാനിങ്ങനെ സൂചനയൊക്കെ നൽകി തരില്ല എന്നും പറഞ്ഞിട്ടില്ല. നോക്കട്ടെ, സമയമുണ്ട്, വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ താൻ പറഞ്ഞാൽ അയാൾ ഡേറ്റ് തരും എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചുമ്മാണ്, അതൊക്കെ വെറുതെയാണ്. മമ്മൂട്ടി അങ്ങനെയൊന്നും ഡേറ്റ് തരുന്നില്ല. മമ്മൂട്ടി നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡേറ്റ് തരും. വീണ്ടും ചോദിച്ചു, തരാടോ, ഞാൻ തരില്ലെന്ന് പറഞ്ഞോ? എടാ, എൻ്റെ ഒരു കുറേ ഒത്തിരി പടലിക്കല്ലേ, ഈ പടം വേണമെന്ന് വെച്ചിട്ട് നിനക്ക് തന്നെ അങ്ങനെ ഇതുമാതിരിക്കൊരു ഒരു സ്നേഹത്തിൻ്റെ ദേഷ്യത്തിൽ ഒക്കെ മമ്മൂട്ടി ചോദിക്കും. മാസങ്ങൾ കടന്നുപോയി. പടം ചെയ്യാവുന്ന പ്രൊഡ്യൂസർ ചോദിക്കും, ഹനീഫ് എന്തായി? അപ്പോൾ ആ പ്രൊഡ്യൂസർ പറഞ്ഞത്, എനിക്ക് മമ്മൂട്ടി തന്നെ വേണമെന്നില്ല കേട്ടോ, ഞാൻ ഹനീഫയ്ക്കാണ് ഡേറ്റ് തന്നിരിക്കുന്നത്. ഹനീഫയാണ് എൻ്റെ നായികയൊക്കെ, എനിക്ക് ഇഷ്ടമുള്ളവരെടുക്കാം. അപ്പോൾ ഹനീഫ് പറഞ്ഞത്രേ ഉള്ളൂ, ഞാനൊരു സംഭവം ചെയ്യുമ്പോൾ അത് സക്സസ് ആയിരിക്കണം. ഒരു സംവിധായകൻ്റെ നിലനിൽപ്പും ആ പടം ആദ്യം ഒരു ഹിറ്റാവുന്ന കാര്യത്തിലാണത്. ഹിറ്റായാലേ നിലനിൽപ്പുള്ളൂ. മാത്രമേ എൻ്റെ പ്രൊഡ്യൂസർ കഷ്ടപ്പെടാനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ മമ്മൂട്ടിയെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത്. മമ്മൂട്ടി ഡേറ്റ് തരില്ല എന്ന് പറഞ്ഞിട്ടില്ല, തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പല സ്ഥലത്തും മമ്മൂട്ടിയെ കാണാൻ ചെന്നു. ഹനീഫ ചോദിക്കും, എന്തായി, എന്താണ് താനോണ്ടിക്കണോ, ഇന്ന് പോണ്ട. അപ്പോൾ പിന്നെ ഹനീഫ പിടിച്ചിരുത്തുന്നു, കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു, രസകരമായി സംസാരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഡേറ്റ് കൊടുക്കുമെന്ന് വിചാരിക്കും. അതല്ല, അല്ല മമ്മൂട്ടി അപ്പോൾ ഞാൻ പോകണം. അപ്പോൾ നമ്മുടെ പടം എന്താ ചെയ്യേണ്ടത്? ഏത് പടം? അങ്ങനെ ഏത് പടം? അല്ല, നിങ്ങൾ നായകനായിട്ട് ഞാൻ ചെയ്യുന്ന പടം. അതിനി സമയം എടുക്കലുള്ളൂ, താൻ ധൃതിപ്പെടേണ്ടക്ക്. ഞാൻ തനിക്ക് തരില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ തൻ്റെ സ്വന്തമല്ലേ.
ഈ പഞ്ചസാര കയ്യിൽ വെച്ചിട്ട് മധുരം ഉണ്ടാവില്ല, അത് ഉപയോഗിച്ചാലേ മധുരം ഉണ്ടാവുള്ളൂ. അതുപോലെ തനി ഡേറ്റ് തരുമോ ഇല്ലയോ, എനിക്ക് പുതുമുഖങ്ങൾ വെച്ച് ചെയ്യണം. അപ്പോൾ എന്നെ പുതുമുഖങ്ങളെ താനെന്നാ പുതുമുഖങ്ങൾ വെച്ച് ചെയ്യടോ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, എനിക്ക് എന്ത് സമ്മതം, അങ്ങനെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ പഴയതുപോലെ തന്നെ അന്ന് അനീഫയുടെ സ്കൂട്ടറുണ്ട്. ഈ സ്കൂട്ടറിൽ ഇങ്ങനെ യാത്ര ചെയ്യും, യാത്ര തമാശകൾ പറയും, ചിലപ്പോൾ ഞങ്ങൾ മരുന്ന് ബീച്ചിൽ പോയിരിക്കും. അപ്പോൾ അങ്ങനെ ഇത് പറയുമ്പോൾ അനീഫയ്ക്ക് ഒരു നിരാശ ബോധം ചിരിക്കുന്നുണ്ട്. കാരണം തുറന്ന് പറഞ്ഞില്ലെങ്കിലും ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് മമ്മൂട്ടി എന്താ ഡേറ്റ് തരാത്തത്, എൻ്റെ കഴിവിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ അയാൾ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, താൻ ഞാൻ ഒരു കാര്യം ചെയ്യാമോ, ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ ഡേറ്റ് പെട്ടെന്ന് കിട്ടും, ഞാൻ വേണമെങ്കിൽ പറയാം, അന്ന് താൻ ചെയ്താൽ മതി. ഞാനിങ്ങനെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, താൻ ഡേറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ അലഞ്ഞ് നടന്നു, പക്ഷെ വല്ലാതിരിക്കേണ്ട. മോഹൻലാൽ ചോദിച്ചു, എന്താ അനീഫൊക്കെ നിങ്ങളിങ്ങനെ വല്ലാതിരിക്കണേ? ഒന്നുമില്ല, വെറുതെ ഓരോരോ അല്ലല്ല എന്താ പറയാം, ഞാൻ എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ സഹായിക്കാം, എന്താ വേണം. അല്ല, എനിക്കിപ്പോൾ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, അതിലിപ്പോൾ നായകൻ ആര് വേണമെന്ന് ആലോചിച്ചിരിക്കുക, കൺഫ്യൂഷനുണ്ട്. ലാലും എൻ്റെ സുഹൃത്താണ്, മമ്മൂട്ടി എൻ്റെ സുഹൃത്താണ്, രണ്ടുപേരെ എന്തായാലും ഒരുമിച്ചിടാൻ പറ്റും, ഇതിൽ ആര് വേണം, അങ്ങനെയാണ് അനീഫ സംസാരിച്ചത്. അപ്പം ലാൽ പറഞ്ഞു, എൻ്റെ ഡേറ്റ് വേണോ, എന്താ ബ്ലാങ്ക് ഡേറ്റ് വേണോ, എടുത്തോ. ഇങ്ങനെ ചോദിച്ചു എന്ന് ഞാൻ പറയാം. അങ്ങനെ ചോദിച്ചു എന്ന് പറയുമ്പോൾ മാറ്റം കാണാം. അപ്പോൾ ഞാനും വേറെ ദിവസം മമ്മൂട്ടി കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ സുഹൃത്തുക്കാർ വിലാക്കണ്ടി മുഹമ്മദാരിൻ്റെ തലശ്ശേരിക്കാർ. അങ്ങനെ ആദ്യം മുസ്ലിം ലീഗിലേക്ക് വമ്പൻ നേതാവായിരുന്നു, പിന്നെ CPM പോയി, പിന്നെ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായി, അത്യാവശ്യം കാശ് സൗകര്യമുള്ള, പിന്നെ സിനിമ നിർമ്മിച്ചു. അപ്പോൾ പിലാക്കണ്ടി ഈ താൻ മമ്മൂട്ടി കാണും പറഞ്ഞേക്കണേ, അനീഫ മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യാൻ പോവാണ്, അയാളുടെ ഡേറ്റ് കിട്ടുമ്പോൾ പടം ചെയ്യാൻ വിചാരിക്കുന്നു. അതെന്താ അയാൾ ഡേറ്റ് കൊടുക്കുന്നില്ലേ? ഡേറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കോഴിക്ക് മുല വരുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അയാളും ചോദിച്ചു, എന്താ നിങ്ങൾ അനീഫയ്ക്ക് ഡേറ്റ് വെക്കാത്ത? ഡേറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പല്ലിശ്ശേരി പറഞ്ഞിരിക്കുന്നത് എന്താ, അയാൾക്ക് മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് പരസ്യമായിട്ട് ഇപ്പോൾ പരസ്യപ്പെടുത്താൻ മമ്മൂട്ടിക്ക് ദേഷ്യം വരുന്ന പറഞ്ഞിരിക്കണമെന്ന് അയാൾ സൂചിപ്പിച്ചു. മമ്മൂട്ടി ഞാൻ സംസാരിച്ചു, മമ്മൂട്ടി ഈ ഞാൻ പരസ്യമാക്കിയാണെന്ന് വെച്ചാൽ അനീഫോട് ചോദിക്കണ്ട, അനീഫ ഒരു 6 മാസമായിട്ട് തൻ്റെ പുറകെ നടക്കുകയാണ്, താൻ ഡേറ്റ് കൊടുത്തിട്ടില്ല. അവസാനം ലാൽ വിളിച്ച് ഡേറ്റ് കൊടുത്തിരിക്കുന്നു, അയാൾ ലാലിനെ വെച്ച് കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അത് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, അനീഫ് എന്നെ വിളിക്കുന്നു. മമ്മൂട്ടി വിളിച്ചിരുന്നു കേട്ടോ, വളരെ സന്തോഷത്തിലാണ് അനീഫ് വിളിച്ചത്. എന്ത് പറ്റി, തമ്മിൽ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നത്, എന്തൊരു കഥ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ വരാൻ. അപ്പോൾ മമ്മൂട്ടിയുള്ള സ്ഥലത്ത് അനീഫെ വിളിച്ചു വരുത്തി, ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, ഞാൻ ഡേറ്റ് തരാം, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ താൻ പടം ചെയ്യാണ്ടിരിക്കും വേണ്ട. അപ്പോൾ അത് അങ്ങനെ ഡേറ്റ് കിട്ടി, പടം തുടങ്ങി. ഒരു സന്ദേശം കൂടി എന്നുള്ളൊരു പടമാണ്. ആ പടം മദ്രാസ് ഷൂട്ട് ചെയ്തു, ആ പടം മോശമല്ലാതെ പോയി. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, മമ്മൂട്ടി തൻ്റെ ഈ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മോഹൻലാലിൻ്റെ പേര് വലിച്ചഴച്ചേ ഉള്ളൂ, മോഹൻലാലിനെ കാണുകയോ ഡേറ്റ് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ലാൽ അഭിനയിക്കണം അനീഫ പറഞ്ഞാൽ ബ്ലാങ്കായിട്ട് ഡേറ്റ് കൊടുക്കും, അതാണ് മോഹൻലാൽ. പക്ഷെ ഇങ്ങനെ ഓരോ സിനിമയ്ക്കും അനീഫയും മമ്മൂട്ടിയും ചെയ്ത ഓരോ സിനിമയ്ക്കും ഇങ്ങനെ ലാലിൻ്റെ പേര് പറഞ്ഞിട്ടാണ് മമ്മൂട്ടി ഡേറ്റ് വാങ്ങി അഭിനയിപ്പിച്ചത്. അതേസമയം ലാലിനെ വിളിക്കാത്തതിൻ്റെ പേരിൽ ലാൽ ഒരു നീരസവും കാണിച്ചിട്ടില്ല. ലാലിൻ്റെ മിക്ക പടങ്ങളിൽ എന്നിട്ടും അനീഫയെ അഭിനയിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ കയ്യിൽ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് കൊടുക്കുകയല്ല, എപ്പോഴെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച കാര്യമില്ല. മമ്മൂട്ടി അങ്ങനെയാണ്, സുഹൃത്തുക്കളെ നമുക്ക് എപ്പോഴും തരാമല്ലോ, ഇപ്പോൾ കൊടുക്കൂ. ഉച്ചയ്ക്ക് കഴിക്കേണ്ട ചോറ് ഉച്ചയ്ക്ക് കഴിക്കണം, വൈകിട്ട് കഴിക്കണം വൈകിട്ട് കഴിക്കണം. അത് 4 ദിവസം കഴിഞ്ഞ് വളിച്ച് പുളിച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇത് പറഞ്ഞു വരുന്നത് ഇങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ മമ്മൂട്ടിയെ ഭീഷണിപ്പെടുത്താതെ തന്നെ ലാലിൻ്റെ പേര് പറഞ്ഞാൽ ചാടി വീണുകൊണ്ട് ഡേറ്റ് കൊടുത്തുകൊണ്ട് അനീഫയുടെ പടത്തിൽ മമ്മൂട്ടി അഭിനയിച്ച കാര്യം പറയാൻ സൂചിപ്പിച്ചതാണ്. ഇങ്ങനെയും ചെയ്താലേ ചിലരൊക്കെ വീഴൂ.